ഓക്കെ, നെക്സ്റ്റ് ആണ് കൺട്രോൾ സെക്ഷൻസ് ആൻഡ് പ്രോഗ്രാം ലിങ്കിങ്. കൺട്രോൾ സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രോഗ്രാമിനകത്തുള്ള ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിന് അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ സെക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ചെറിയ 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 പ്രോഗ്രാമുകൾ, കുഞ്ഞു റെഫറൻസുകൾ വെച്ചിട്ട് ആ റെഫറൻസിനെ പിന്നെ കോൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലേ നമ്മൾ നോർമലി സിയിലും ജാവയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഓരോ ത്രെഡുകൾ വന്നിട്ട് ആ ത്രെഡിനെ പിന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ എന്താണ് പ്രോഗ്രാമിനകത്ത് വരുന്ന എന്താണ് സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ സെക്ഷൻസ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സിനെയാണ് നമുക്ക് കൺട്രോൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത് മെയിൻ പ്രോഗ്രാമിൻ്റെ പാർട്ട് തന്നെയാണ്, പക്ഷേ അതെല്ലാം ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ആയിരിക്കും. ഈ ഇൻഡിപെൻഡൻറ്റ് സെഗ്മെൻറ്റ്സിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ലിങ്ക് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ പറ്റും. അതിനുശേഷം എന്താണ്, ഇതിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്താൽ മതി. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാം, പക്ഷേ ഈ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ബ്ലോക്സിനെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോഡ് ചെയ്യാനും ലിങ്ക് ചെയ്യാനും എന്താണ് എക്സിക്യൂട്ട് ചെയ്യാനും ലോഡ് ചെയ്യാനും ലിങ്ക് ചെയ്യാനും റീലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനകത്തുള്ള ഇൻഡിപെൻഡൻറ്റ് സബ് റൂട്ടീൻസിന്, പ്രോഗ്രാമിനകത്തുള്ള ഇൻഡിപെൻഡൻറ്റ് സബ് റൂട്ടീൻസിന് നമുക്ക് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാനും ലോഡ് ചെയ്യാനും റീലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ സെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ്സ് ഓഫ് കോഡ്സിനെയാണ് നമ്മൾ കൺട്രോൾ സെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ കൺട്രോൾ സെഗ്മെൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കൺട്രോൾ സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലിങ്ക് ചെയ്യുകയും ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതെന്നുള്ള ഒരു റെഫറൻസോ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുകയും നമ്മൾ ചെയ്തിരിക്കണം. അതിനെ റെഫർ ചെയ്യുകയും ചെയ്തിരിക്കണം, അതിനെ ആ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുകയും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മളൊരു കൺട്രോൾ സെഗ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കൺട്രോൾ സെഗ്മെൻറ്റ്സിനകത്തുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ് റൂട്ടീൻസിന് എന്താണ് അതിനെ റെഫർ ചെയ്യുകയും ആ പ്രോഗ്രാമിൽ തന്നെ റെഫർ ചെയ്യുകയും ആ പ്രോഗ്രാമിൽ തന്നെ ഡിഫൈൻ ചെയ്യുകയും ചെയ്തിരിക്കണം. എങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഏതൊക്കെയാണ് കൺട്രോൾ സെഗ്മെൻറ്റ്സ്, ഏതിനൊക്കെയാണ് നമ്മൾ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്, ഏതൊക്കെയാണ് നമുക്ക് ഏതൊക്കെയാണ് അതിന് എന്താണ് റെഫറൻസ് എന്തൊക്കെയാണ് അതിനെ റെഫർ ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ പ്രോഗ്രാമിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു കൺട്രോൾ സെഗ്മെൻറ്റ്സിന് നമ്മൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. നോക്ക്, ഒരു സ്റ്റാർട്ട് വരുന്ന ഏതിനെയും നമ്മൾ ഡിഫാൾട്ടായിട്ട് ഒരു കൺട്രോൾ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പറ്റും. ഒരു പ്രോഗ്രാമിൽ കൺട്രോൾ സെഗ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CSEC എന്ന് പറയുന്ന ഒരു ലേബൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിൾ നോക്ക്, ഇവിടെ നോക്ക്, ഈ ഒരു എക്സാമ്പിളിൽ റീഡ് റെക്ക് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സെഗ്മെൻ്റ് ആണ്. കാര്യം അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് CSEC എന്ന് പറയുന്ന ഒരു എന്താണ് ലേബൽ വെച്ചിട്ടാണ്, അതിന് സിമ്പൽ വെച്ചിട്ടാണ്, അതിന് എന്താണ് വെച്ചിട്ടാണ് അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ CSEC എന്ന് പറയുന്ന സിമ്പൽ വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ വേറെ വല്ലതും ഉണ്ടോ? നെക്സ്റ്റ് കണ്ടോ, ഈ പ്രോഗ്രാമിൽ കണ്ടോ ഡിഫൈൻ ചെയ്തിരിക്കുന്ന റൈറ്റ് റെക്കും റീഡ് റെക്കും റൈറ്റ് റെക്കും ആണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മളിതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ട്, കോപ്പി സ്റ്റാർട്ട്. ഈ സ്റ്റാർട്ട് ഇറ്റ്സെൽഫും ഒരു കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് സ്റ്റാർട്ട് ഇറ്റ്സെൽഫും ഒരു കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൻ്റെ കൂടെ എന്താണ് CSEC വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസിനെയും എല്ലാ ഫോർമാറ്റിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, കൺട്രോൾ സെഗ്മെൻറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യുകയും ചെയ്തിരിക്കണം, റെഫർ ചെയ്യുകയും ചെയ്തിരിക്കണം. നമുക്ക് ഇതൊരു കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആണല്ലോ, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സെഗ്മെൻ്റ് ആണ്. അതിനെ കണ്ടോ, അതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ടോ, അതിനകത്ത് എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ബഫറും ബഫറിൻ്റെ എൻഡും ബഫറിൻ്റെ ലെങ്ത്തും. അപ്പം ബഫറും ബഫ് എൻഡും ലെങ്ത്തുമാണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് അപ്പം ഒരെണ്ണത്തിനകത്ത് അപ്പം എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഇതിനകത്തപ്പം ടെക്സ്റ്റ് റെക്കോർഡ് ഉണ്ടാവും, എൻഡ് റെക്കോർഡ് ഉണ്ടാവും, പ്ലസ് എന്തൊക്കെ ഉണ്ടാവണം, റെഫറൻസ് റെക്കോർഡ് ഉണ്ടാവണം, ദെൻ ഡെഫിനിഷൻ റെക്കോർഡ് ഉണ്ടാവണം, പിന്നെ എന്തുണ്ടാവണം, മോഡിഫിക്കേഷൻ റെക്കോർഡും ഉണ്ടാവണം. ബിക്കോസ് നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് എന്താ, പ്ലസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം നമുക്ക് മോഡിഫൈ ചെയ്യണം. കാര്യം ഇതിൻ്റെ അഡ്രസ്സിന്, അതായത് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ബഫിൻ്റെയും ബഫ് എൻഡിൻ്റെയും ലെങ്തിൻ്റെയും ഒക്കെ നമുക്ക് എന്ത് വേണം, അതിനെല്ലാം നമുക്കിനി മോഡിഫിക്കേഷൻ ചെയ്യണം. ബിക്കോസ് അതിൻ്റെ എന്താണ് ഒബ്ജക്റ്റ് കോഡിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താണ്, ഇതിന് ഈ പ്രോഗ്രാമിൻ്റെ ലേറ്ററിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ച് ആ ഒരു ലൈനെ മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ടേബിളിൽ
അല്ല നമ്മളെ പ്രോഗ്രാം ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഏതൊക്കെയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്? എൻഡ് റെക്കോർഡും എന്താണ് റീഡ് റെക്കോർഡും റൈറ്റ് റെക്കോർഡും ആണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് റീഡ് റെക്കോർഡ് വരുന്ന സമയത്ത്, അതായത് പ്ലസ് ജെ സബ് റീഡ് റെക്കോർഡ്. അപ്പോൾ ഈ റീഡ് റെക്കോർഡിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലേ, അതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ 5 ഡിജിറ്റ് നമ്മൾ എന്താക്കി 0 കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റ് റെക്കോർഡ്, ഇവിടെ റൈറ്റ് റെക്കോർഡ് വന്നിട്ടുണ്ട്. ആ റൈറ്റ് റെക്കോർഡും നമ്മളിവിടെ പ്ലസ് ആകുമ്പം എന്താണ് ഫോർമാറ്റ് 4 ആണ്. അപ്പോൾ റൈറ്റ് റെക്കോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് റെക്കോർഡിനും കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡിനും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു നെക്സ്റ്റ് വരുന്ന 5 ഡിജിറ്റും നമ്മൾ എന്താക്കി 0 കൊണ്ട് റീപ്ലേസ് ചെയ്തു. വീണ്ടും ഇവിടെ റൈറ്റ് റെക്കോർഡ് വന്നു കണ്ടോ, ആ റൈറ്റ് റെക്കോർഡിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ 5 ഡിജിറ്റ് നമ്മൾ എന്താക്കി 0 കൊണ്ട് റീപ്ലേസ് ചെയ്തു. ക്ലിയർ ആയോ? പിന്നെ ലാസ്റ്റ് വന്ന കൺട്രോൾ സെഗ്മെൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പം മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ച് നമ്മളിതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ച് ഈ റീഡ് റെക്കോർഡിൻ്റെ വാല്യൂ ഏത് വാല്യൂ? 0003യിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ലോഡ് ചെയ്തത്. അടുത്ത എന്താണ്? 0004ൽ നമുക്ക് മോഡിഫിക്കേഷൻ വേണം. അപ്പം 0004 എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് എന്താണ് അടുത്ത വാല്യൂ, അതായത് 10 എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ടു. എന്നിട്ട് എന്താണ് ഈ റീഡ് റെക്കോർഡ് എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? അതായത് പ്രോഗ്രാമിൽ എവിടെയെങ്കിലും, അതായത് ഇതിൻ്റെ വാല്യൂ, അതായത് ഈ ബഫറിൻ്റെയും ബഫർ എൻഡിൻ്റെയും ലെങ്തിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? അത് ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ബഫറിൻ്റെ വാല്യൂ 00033 1033 1000. അതുപോലെ ഈ റീഡർക്കും റൈറ്റ് റെക്കോർഡും നമ്മൾ പ്രോഗ്രാമിൻ്റെ എവിടെയാണോ പ്രോഗ്രാമിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെ മോഡിഫിക്കേഷൻ റെക്കോർഡ് 5 ബൈറ്റ് മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ച് 5 ബൈറ്റ് എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ ലാസ്റ്റ് വരുന്ന 50. അതുകൊണ്ട് 5 ബൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കോഡിൻ്റെ കൂടെ മോഡിഫിക്കേഷൻ റെക്കോർഡിൻ്റെ കൂടെ 5 ബൈറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഒബ്ജക്റ്റ് കോഡുകളെ നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ക്ലിയർ ആയോ? നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ റെക്കോർഡ്സിൽ എന്തൊക്കെ ഡെഫിനിഷൻ ചെയ്തിട്ടുണ്ട്? ബഫറും ബഫർ എൻഡും ലെങ്ത്തും. അപ്പോൾ ആ ബഫറും ബഫർ എൻഡും ലെങ്ത്തും നമ്മളുടെ പ്രോഗ്രാമിൽ എവിടെയോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്ട് 0033ൽ ബഫർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, 1033ൽ ബഫർ എൻഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1000ൽ മാക്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡെഫിനിഷൻ്റെ വാല്യൂ എല്ലാം നമുക്കിവിടെ കിട്ടും. അതുപോലെ തന്നെ അപ്പം ഡെഫിനിഷൻ റെക്കോർഡ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ദെൻ എന്താണ് റെഫറൻസ് റെക്കോർഡിൽ ഏതൊക്കെയാണ് ഉള്ളത്? റീഡ് റെക്കോർഡും റൈറ്റ് റെക്കോർഡും ആണുള്ളത്. റീഡ് റെക്കോർഡിൻ്റെ വാല്യൂ റൈറ്റ് റെക്കോർഡിൻ്റെ വാല്യൂ നമുക്ക് എന്താണ് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ വാല്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് വെച്ചിട്ട് എന്താണ് 5 ബൈറ്റ് വീതം ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യുക. ബിക്കോസ് 5 ബൈറ്റ് എന്ന് പറയാൻ കാര്യം നമ്മൾ ലാസ്റ്റ് 5 ഡിജിറ്റ് കൊണ്ടാണ് അതിന് 50 കൊണ്ടാണ് അതിന് ഒബ്ജക്റ്റ് കോഡിന് പകരം നമ്മൾ 50 ആണ് ഇട്ടേക്കുന്നത്. സോ നമ്മൾ ആ 5 ബൈറ്റ് കൊണ്ട് അതിന് മോഡിഫിക്കേഷൻ റെക്കോർഡിൽ ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു എന്താണ് സി സെക്ട് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സി സെക്ട്, അതായത് അടുത്ത കൺട്രോൾ സെഗ്മെൻ്റ് ആണ് റീഡ് റെക്കോർഡ്. ആ റീഡ് റെക്കോർഡിൽ വന്നിട്ട് അതിനകത്ത് എന്തൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നോക്കാം. അതിനകത്ത് എന്താണ് ബഫറിൻ്റെ റെഫറൻസ് ഏതൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്? ബഫറും ലെങ്ത്തും ബഫർ എൻഡും. ആ ബഫറും എൻഡും ബഫർ ലെങ്ത്തും നമ്മളിവിടെ ഓൾറെഡി നമുക്ക് എന്താണ് നേരത്തെ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് ആ വാല്യൂ വെച്ചായിരിക്കും നമ്മൾ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് റെക്കോർഡിനകത്തും എന്താണ് റെഫറൻസ് ഏതൊക്കെ റെഫറൻസ് ഉണ്ട്? ലെങ്ത്തും ബഫറും. അപ്പോൾ ലെങ്ത്തിൻ്റെയും ബഫറിൻ്റെയും വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ അത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്ലസ്. പ്ലസ് ബഫറിൻ്റെ വാല്യൂ എങ്ങനെയാണ്? ബഫറിൻ്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ 00 വെച്ചാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. 00 വെച്ചാണ് റീപ്ലേസ് നോക്ക്. അത് പ്ലസ് LD ലെങ്ത്തും വെച്ചിട്ടുണ്ട്, ഇവിടെ പ്ലസ് LD ബഫറും വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ 00 വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 5 മോഡിഫിക്കേഷൻ റെക്കോർഡ്. അപ്പം ടെക്സ്റ്റ് റെക്കോർഡ് കാണും, എൻഡ് റെക്കോർഡ് കാണും, മോഡിഫിക്കേഷൻ റെക്കോർഡ് കാണും, ബഫർ റെഫറൻസ് റെക്കോർഡ് കാണും, ദെൻ എന്താണ് ഡെഫിനിഷൻ റെക്കോർഡും ഡെഫിനിഷൻ റെക്കോർഡും ഉണ്ടാവും. അപ്പോൾ ഇത്രയും മോഡിഫിക്കേഷൻ റെക്കോർഡും ഉണ്ട്. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൺട്രോൾസിന്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ നമ്മൾ ലിങ്ക് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് ജനറേറ്റ് ചെയ്തിട്ട് ലിങ്കിങ്ങും ലോഡിങ്ങും എല്ലാം പെർഫോം ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ഇതാണ് എന്താണ് പറയാനുള്ളത്? കൺട്രോൾ സെഗ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് പറയാനുള്ളത്.
ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞതാണ്. ഫസ്റ്റ് കൺട്രോൾ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പിയാണ്. അത് മെയിൻ പ്രോഗ്രാം, ഞാൻ പറഞ്ഞില്ലേ മെയിൻ പ്രോഗ്രാം ഇറ്റ് സെൽഫ്, ഫസ്റ്റ് കോപ്പി വരുന്ന മെയിൻ പ്രോഗ്രാമിൽ ആദ്യത്തെ ലൈൻ ഇറ്റ് സെൽഫ് ഒരു കൺട്രോൾ സെഗ്മെൻറ്റ് ആയിരിക്കും. ദെൻ അതിനകത്ത് വരുന്ന അടുത്ത കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആണ് എന്താണ് റീഡ് റെക്കും റൈറ്റ് റെക്കോർഡും. അത് നമ്മൾ ഏതൊക്കെയാണെന്നാണ് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ അതിനകത്ത് നമ്മൾ ഏതൊക്കെ ഏതൊക്കെ റെക്കോർഡുകളാണ് ഇതാണ് ഡെഫിനിഷൻ റെക്കോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡെഫിനിഷൻ റെക്കോർഡ്, റെഫറൻസ് റെക്കോർഡ് അറിയാമല്ലോ. അതിനുശേഷം എന്താണ് മോഡിഫിക്കേഷൻ റെക്കോർഡ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റീഡ് റെക്കും റൈറ്റ് റെക്കും ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഒബ്ജക്റ്റ് കോഡിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ്സ് വെച്ചിട്ടുണ്ട്. ദെൻ അത് വെച്ച് നമ്മളുടെ പ്രോഗ്രാമിനെ നമ്മൾ ലിങ്ക് ചെയ്യും. അപ്പോൾ അത്രയാണ് നമുക്ക് എന്താണ് കൺട്രോൾ സെഗ്മെൻറ്റ്സ് ആൻഡ് പ്രോഗ്രാം ലിങ്കിങ്ങിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് ലാസ്റ്റ് നമ്മളുടെ ഇത് സെഗ്മെൻറ്റ്സിൽ പറയുന്നതാണ് പ്രോഗ്രാം ബ്ലോക്സ്. പ്രോഗ്രാം ബ്ലോക്സും കൂടെ ആകുമ്പോൾ ഫസ്റ്റ് ആ ഒരു ടോപ്പിക്ക് കഴിയും. പ്രോഗ്രാം ബ്ലോക്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്